ഓൾ കഴിഞ്ഞ ദിവസം ഞാൻ ശിവന്റെയും പാർവതി ദേവിയുടെയും ഒരു ലവ് സ്റ്റോറിയെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ച് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ രാധയുടെയും കൃഷ്ണന്റെയും കൂടെ ഒരു ലവ് സ്റ്റോറിയെ കുറിച്ചൊന്ന് പറയാവുന്നതാണ്. രാധയുടെയും കൃഷ്ണന്റെയും ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ചെറുപ്പം മുതലേ എല്ലാവരും കേട്ട് ഭയങ്കര ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെപ്പോഴും രാധേ കൃഷ്ണ, രാധേ ശ്യാം ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഡൗട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇത്രയും അധികം രാധയെ ഭഗവാൻ സ്നേഹിച്ചിട്ടും എന്തുകൊണ്ടാണ് രാധയെ ഉപേക്ഷിച്ച് പോയത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മധുരയ്ക്ക് പോയതിനു ശേഷം രാധയെ കാണാൻ തിരികെ വരാതിരുന്നത്, അല്ലെങ്കിൽ രാധ മറ്റൊരു വിവാഹം കഴിച്ചു എന്ന് പല പുരാണങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ ചില സീരിയലുകളിലൊക്കെ രാധയുടെയും കൃഷ്ണന്റെയും സീരിയലുകളിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതിന്റെ വാസ്തവികത എന്താണ്, അതിൽ പുരാണത്തിൽ അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ചോദിച്ച ആളുടെ ഒരു ഡൗട്ട്. അതിൽ ബ്രഹ്മവൈഷ്ണവ പുരാണത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ രാധയെ എന്തുകൊണ്ട് ഭഗവാൻ ഉപേക്ഷിച്ചു എന്നുള്ളതാണെങ്കിൽ അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതായത് അയാൻ എന്ന് പറയുന്ന ഒരു അസുരൻ വളരെയധികം പരമഭക്തനായ വിഷ്ണുഭക്തനായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഭയങ്കര ഘോരമായിട്ടുള്ള തപസ് ചെയ്ത് ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുകയും അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാൻ ചോദിച്ച ഒരു വരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ ഭാര്യയായി വേണമെന്നുള്ളതാണ്. ഈ ലോകത്തെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ ഈ പ്രപഞ്ചത്തിലെ എന്ന് പറയുന്നത് സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്. അപ്പൊ ഭഗവാനോട് എന്താണ് ചോദിക്കുന്നത്? തന്റെ ഭാര്യയെ തന്നെ അയാന് ഭാര്യയായി വേണം എന്നാണ് അയാൻ പറയുന്നത്. പക്ഷെ ഇത്തരം ഘോര തപസ് ചെയ്തത് കൊണ്ട് ഭഗവാന് അത് നോ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഭഗവാൻ അത് സമ്മതിക്കുന്നു. അപ്പോൾ പറഞ്ഞു, അടുത്ത ജന്മത്തിൽ തീർച്ചയായും ലക്ഷ്മി ദേവി നിനക്ക് ഭാര്യയായി വരുന്നു. പിന്നീട് ദ്വാപര യുഗത്തിലേക്ക് വരുമ്പോൾ ലക്ഷ്മി ദേവി 4 തന്റെ അംശാവതാരങ്ങൾ എടുക്കുകയാണ്. അതിൽ രുക്മിണിയായും സത്യഭാമയായും അതുപോലെ തന്നെ ജാമ്പവതിയായും പിന്നീട് രാധയായും, ഇങ്ങനെ 4 രീതിയിലാണ് ലക്ഷ്മി ദേവി ജന്മമെടുക്കുന്നത്. അതിൽ കൃഷ്ണനോടൊപ്പം വളരെ ചേർന്ന് കൃഷ്ണന്റെ ഏറ്റവും പരമഭക്തിയായി ഭയങ്കര പ്രണയിനിയായി രാധ. അതിനുശേഷം കൃഷ്ണൻ മധുരയ്ക്ക് പോകുമ്പോൾ തീർച്ചയായും രാധ ഈ ഒരു വരം നിറവേറ്റാൻ വേണ്ടി തന്നെ അയാൻ എന്ന വ്യക്തിയെ വിവാഹം കഴിക്കുകയാണ്. അയാൻ പക്ഷെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു രീതിയിലൊക്കെ പറയാം, അങ്ങനെയുള്ള ഒരാളായിരുന്നു. പക്ഷെ അയാന്റെ മരണം വരെ ഒരു ഭാര്യയുടെ എല്ലാ ധർമ്മങ്ങളും രാധ പിന്നീട് ചെയ്യുകയാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു വരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കൊടുത്ത വരം നിറവേറ്റാൻ വേണ്ടി തന്നെയായിരുന്നു രാധയുടെ ജനനവും. പിന്നെ നമ്മൾ ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോഴെല്ലാം രാധയെക്കുറിച്ച് പറയുന്നു. കാരണം ഇത്രയും മനോഹരമായ പ്രണയം, ഇത്രയും മനോഹരമായ ഒരു ഭക്തി തന്നെയാണ് പ്രണയം, പ്രണയം തന്നെയാണ് ഭക്തി എന്ന് കാണിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് കൃഷ്ണനും രാധയും തമ്മിലുള്ളത്. അതിനുശേഷം രാധ മരിക്കാറാകുമ്പോൾ സ്വർഗാരോഹണ സമയത്ത് തിരിച്ച് ഭഗവാന്റെ അടുത്ത് വരികയും ഭഗവാന്റെ തോളിൽ ചാരിക്കിടന്ന് പെട്ടെന്ന് സമാധിയാവുകയും ചെയ്യുകയാണ്. ആ സമയം ഭഗവാൻ തന്റെ പുല്ലാങ്കുഴൽ ഒടിച്ചു കളയാണ്. പിന്നീട് ഒരിക്കലും കൃഷ്ണൻ ആ പുല്ലാങ്കുഴൽ വായിച്ചിട്ടില്ല. ഇങ്ങനെയാണ് രാധയുടെയും കൃഷ്ണന്റെയും കഥ പോകുന്നത്. ഈ നമ്മളുടെ പുരാണത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും നടക്കുന്ന ഓരോ കാര്യങ്ങളിലും പിന്നിൽ ഒരു കാരണമുണ്ടാകും. അപ്പോൾ ഇതാണ് എനിക്ക് രാധയുടെയും കൃഷ്ണന്റെയും കഥയിൽ പറയാനുള്ളത്.